പഞ്ചശ്രീ കലാപീഠം ലളിത സംഗീത പാഠത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ ഗാനം പഠിക്കുകയാണ്. ഈ ഗാനത്തിൻ്റെ രചന പ്രൊഫസർ ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി. ഇന്ന് ഈ ഗാനം പഠിക്കുന്നത് പഞ്ചശ്രീ കലാപീഠത്തിലെ സംഗീത വിദ്യാർത്ഥിയായ കുമാരി രേഷ്മ ഷാജി. രേഷ്മ ഷാജി സംഗീത കച്ചേരികളൊക്കെ ചെയ്തു വരുന്ന ആളാണ്. ഇന്ന് പഠിക്കുന്ന ഈ ലളിതഗാനത്തിൻ്റെ ചെയ്തിരിക്കുന്ന രാഗം 26ാമത് മേളകർത്താരാഗമായ സരസാംഗി എന്ന രാഗമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് താഴെ മധ്യഷഡ്ജത്തിന് താഴെ ഉള്ള ഒരു സംഗതി വരുമ്പോൾ ചെറിയ നിഷാദം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ബാക്കി മുഴുവൻ ഭാഗങ്ങളും സരസാംഗി എന്ന രാഗത്തിൻ്റെ ഭാവമാണ് അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സരസാംഗി രാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വളരെ പ്രശസ്തമായ കൃതിയാണ് സ്വാതിനാൾ മഹാരാജാവിൻ്റെ ജയ ജയ പത്മനാഭമുരാരേ എന്ന കീർത്തനം നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും. അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വര ശശിധര ഈ ഭക്തിഗാനവും നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അപ്പം ആ രാഗത്തെക്കുറിച്ചൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ലളിതഗാനത്തിൻ്റെ പല്ലവിയിലേക്ക് പോകാം. പല്ലവി പറയുകയാണ്: അക്ഷരശ്ലോകത്തിൻ സാരസ്യമോ അമ്പലച്ചുവരിലെ ശൃംഗാരമോ അഷ്ടപതിയിലെ സംഗീതമോ എൻ കുന്നല നാടേ നിൻ രൂപശ്രീയായി. ഒന്നുകൂടെ: അക്ഷരശ്ലോകത്തിൻ സാരസ്യമോ അമ്പലച്ചുവരിലെ ശൃംഗാരമോ അഷ്ടപതിയിലെ സംഗീതമോ എൻ കുന്നല നാടേ നിൻ രൂപശ്രീയായി. നമുക്കൊന്ന് പാടി നോക്കാം. അക്ഷരശ്ലോകത്തിൻ സാരസ്യമോ അമ്പലച്ചുവരിലെ ശൃംഗാരമോ അഷ്ടപതിയിലെ സംഗീതമോ എൻ അഷ്ടപതിയിലെ സംഗീതമോ എൻ അഷ്ടപതിയിലെ സംഗീതമോ എൻ കുന്നല നാടേ നിൻ രൂപശ്രീയായി കുന്നല നാടേ നിൻ രൂപശ്രീയായി കുന്നല നാടേ നിൻ അക്ഷരശ്ലോകത്തിൻ സാരസ്യമോ അമ്പലച്ചുവരിലെ ശൃംഗാരമോ അഷ്ടപതിയിലെ സംഗീതമോ എൻ കുന്നല നാടേ നിൻ രൂപശ്രീയായി കുന്നല നാടേ നിൻ രൂപശ്രീയായി. ഒന്നുകൂടെ പാടിക്ക്, ഒറ്റയ്ക്കൊന്ന് പാടി നോക്കി. അക്ഷരശ്ലോകത്തിൻ സാരസ്യമോ അമ്പലച്ചുവരിലെ ശൃംഗാരമോ അഷ്ടപ
കുന്നല നാടേ നിൻ രൂപശ്രീയാ. നമുക്ക് ചേർന്നൊന്ന് പാടാം. അക്ഷരശ്ലോകത്തിൻ സാരസ്യമോ അമ്പലച്ചുവരിലെ ശൃംഗാരമോ അഷ്ടപദിയിലെ സംഗീതമോ എൻ കുന്നല നാടേ നിൻ രൂപശ്രീയായി. കുന്നല നാടേ നിൻ രൂപശ്രീയായി. പല്ലവി ഒന്ന് പാടി നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും നമ്മളുടെ ഈ ലളിത സംഗീത പാഠം സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ച് ഈ സംഗീത യാത്ര ധന്യമാക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.